തിരുവനന്തപുരത്തിന്റെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ട്രിൻഫ്ര സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട തിരുവനന്തപുരം അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സ്. റെഡിയാണോ? ലെറ്റ്സ് ഡൈവ് ഇൻ. ഫോക്കസ് പ്രധാനമായും തിരുവനന്തപുരം വിമാനത്താവളത്തെക്കുറിച്ചായിരിക്കും. പരിസ്ഥിതി അനുമതി, വിപുലീകരണ പദ്ധതികൾ, ITD സിമെന്റേഷൻ, അദാനി സഹകരണം, പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടാകുന്ന സ്വാധീനം. സുഹൃത്തുക്കളെ, സെപ്റ്റംബർ 2025 തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മോഡേൺ ട്രാൻസ്ഫോർമേഷനിൽ ഒരു വലിയ ചുവടുവയ്പ് നടന്നു. യൂണിയൻ എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി EAC, അതായത് പരിസ്ഥിതി അനുമതികൾക്കായി വിവിധ പ്രോജക്റ്റുകൾ വിലയിരുത്തുന്ന വിദഗ്ധരുടെ സംഘം, അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡിന്റെ AAHL 136.31 കോടി രൂപ വിലയുള്ള സിറ്റി സൈഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് പരിസ്ഥിതി അനുമതി EC ശുപാർശ ചെയ്തു. ഇതോടെ ക്യാപിറ്റൽ സിറ്റിയുടെ ഇന്റർനാഷണൽ ഗേറ്റ്വേയിലേക്ക് ഹോസ്പിറ്റാലിറ്റി, കൊമേഴ്സ്യൽ അപ്ഗ്രേഡുകൾ തുറന്നു കൊടുക്കുന്ന ഒരു ഗ്രീൻ സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. ഈ EC 3 മാസത്തിനുള്ളിൽ ഔദ്യോഗികമായി ലഭിക്കും. അപ്പോൾ അദാനിക്ക് നിർമ്മാണം തുടങ്ങാം. എന്താണ് പ്രോജക്റ്റ്? ഒരു 240 റൂം 5 സ്റ്റാർ ഹോട്ടൽ, മാരിയറ്റ്, ഹിൽട്ടൺ അല്ലെങ്കിൽ ഇന്റർകോണ്ടിനെന്റൽ പോലുള്ള ഗ്ലോബൽ ബ്രാൻഡുകൾ ചർച്ചയിലാണ്. അതോടൊപ്പം 660 സീറ്റുകളുള്ള ഫുഡ് ആൻഡ് ബിവറേജ് ഔട്ട്ലെറ്റുകൾ, സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, ആകെ 33,900 ചതുരശ്ര മീറ്റർ വിസ്തൃതി. കെട്ടിടത്തിന്റെ ഉയരം 23 മീറ്റർ, 2 ബേസ്മെന്റുകൾ, ഗ്രൗണ്ട്, കൂടാതെ 4 അപ്പർ ഫ്ലോറുകൾ. സ്ഥലം ചാക്കയിൽ. സിറ്റി സെന്ററുകൾക്കും ടെക്നോ പാർക്കിനും ഹൈവേകൾക്കും അടുത്ത്. ഇതിന് ഡിലേ ആയോ എന്ന് നിങ്ങളിൽ ഒരാൾ ചിന്തിച്ചേക്കാം. ശരി, SEIA, അതായത് സ്റ്റേറ്റ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി, മാർച്ച് 2025 കാലാവധി തീർന്നതിനാൽ വാട്ടർ മാനേജ്മെന്റും ഫ്ലഡ് റിസ്ക്കും പരിഗണിച്ച് ഡിസൈൻ റിവൈസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഫയൽ MOE FCCയിൽ, അതായത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റിലേക്ക് മാറി. അവരിപ്പോൾ റെക്കമെൻഡ് ചെയ്തു. പരിസ്ഥിതി നിബന്ധനകൾ കർശനമാണ്. കൺസ്ട്രക്ഷൻ വേളയിൽ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗും റീസൈക്കിൾഡ് വാട്ടറും ഉപയോഗിക്കണം. ഓപ്പറേഷൻസിന് 318 KLD വെള്ളം വേണം. KLD എന്ന് വെച്ചാൽ കിലോ ലിറ്റർ പെർ ഡേ, അതായത് 1 KLD 1000 ലിറ്റർ ആണ് കേട്ടോ. അപ്പോൾ 318 KLD എന്ന് വെച്ചാൽ 3,11,000 ലിറ്റർ ആണ്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തന്നേ ഉള്ളൂ. അതിനർത്ഥം ഓപ്പറേഷൻ സമയത്ത് ഈ പ്രോജക്റ്റിന് ഒരു ദിവസം 318 കിലോ ലിറ്റർ വെള്ളം വേണമെന്ന് കണക്കാക്കുന്നു. അതിൽ 154 കിലോ ലിറ്റർ ജലം, 206 കിലോ ലിറ്റർ ശേഷിയുള്ള ഓൺസൈറ്റ് STP, അതായത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് ലഭിക്കും. ഒരു ദിവസം 418 കിലോ സോളിഡ് വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കും. അതിൽ പകുതി ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് കൺവേർട്ടറിൽ പ്രോസസ് ചെയ്യും. മറ്റുള്ളവ ഓത്തറൈസ്ഡ് വെണ്ടേഴ്സ് കൈകാര്യം ചെയ്യും. അതുകൂടാതെ കൂടുതൽ സസ്റ്റൈനബിലിറ്റി സംവിധാനങ്ങളിൽ 250 കിലോ ലിറ്റർ ശേഷിയുള്ള റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ടാങ്ക്, വൈദ്യുതി ഉപയോഗം 20% കുറയ്ക്കുന്ന എനർജി സേവിംഗ് സിസ്റ്റങ്ങൾ, കൂടാതെ 40 മരങ്ങൾ പ്രോജക്റ്റ് സ്ഥലത്തിനുള്ളിൽ തന്നെ മാറ്റി നടുക എന്നിവ ഉൾപ്പെടുന്നു. ഇത് 2021 ഒപ്പുവെച്ച AAHL AAI കൺസഷനെയർ കരാറിന്റെ ഭാഗമാണ്. 50 വർഷത്തേക്ക് ബാധകമായത്. ഇതിലൂടെ എന്തു ഗുണമുണ്ട്? 300 നേരിട്ടുള്ള ജോലികളും 900 പരോക്ഷ ജോലികളും ഉണ്ടാകും. കൂടാതെ ടൂറിസത്തിനും കൊമേഴ്സിനും വലിയൊരു ഉത്തേജനമാകും. സങ്കല്പിക്കാൻ കഴിയുമോ? അന്താരാഷ്ട്ര യാത്രക്കാർ തിരുവനന്തപുരത്ത് ഇറങ്ങുന്നതും വിമാനത്താവളത്തിൽ തന്നെ ഒരു ലോകോത്തര ഹോട്ടലിൽ താമസിക്കുന്നതും. പക്ഷേ ഒരു നിമിഷം, സിറ്റി സൈഡ് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാത്തവർക്ക് വിശദീകരിക്കാം. ഒരു എയർപോർട്ടിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്, എയർ സൈഡും ലാൻഡ് സൈഡും.
എയർ സൈഡ് എന്ന് പറയുന്നത് വിമാനങ്ങൾ ആക്ച്വലായി പ്രവർത്തിക്കുന്ന ഏരിയയാണ്. റൺവേകൾ, ഏപ്രൺ ഏരിയ, ടാക്സി വേകൾ, ബോർഡിംഗ് ഗേറ്റുകൾ എല്ലാം ഇതിൽ വരും. സെക്യൂരിറ്റി ചെക്കിനു ശേഷമുള്ള മുഴുവൻ ഏരിയയും ഇതിന്റെ ഭാഗമാണ്. അഥവാ ചെക്കിൻ കഴിഞ്ഞുള്ള ടെർമിനൽ ഭാഗം, വെയിറ്റിംഗ് ഏരിയ, ബോർഡിംഗ് ഗേറ്റുകൾ എല്ലാം എയർ സൈഡ്. അപ്പോൾ ലാൻഡ് സൈഡോ? അത് പബ്ലിക് ഫ്രീലി ആക്സസ് ചെയ്യാവുന്ന ഏരിയ. സെക്യൂരിറ്റി ചെക്ക് പോയിന്റിന് മുൻപുള്ള മുഴുവൻ ഭാഗങ്ങളും, ആക്സസ് റോഡുകൾ, പാർക്കിംഗ് ലോട്ടുകൾ, ടെർമിനലിന്റെ പബ്ലിക് ഏരിയകൾ, യാത്രക്കാരും വിസിറ്റർമാരും ഫ്രീ ആയി എത്തുന്നിടം, പാർക്കിംഗ്, ഹോട്ടലുകൾ, ഷോപ്പിംഗ്, റെസ്റ്റോറന്റുകൾ എല്ലാം ലാൻഡ് സൈഡാണ്. ഇനി സിറ്റി സൈഡ്. ഇത് ലാൻഡ് സൈഡിന്റെ ഒരു പ്രത്യേക ഭാഗമാണ്. എയർപോർട്ടിനെ ചുറ്റുമുള്ള സിറ്റിയോട് കണക്ട് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ഫാസിലിറ്റീസ് ഫോക്കസ് ചെയ്യുന്ന ഏരിയ. ഹോട്ടലുകൾ, റീറ്റെയിൽ ഷോപ്പുകൾ, കൊമേഴ്ഷ്യൽ സെന്ററുകൾ, റവന്യൂ ജനറേറ്റിംഗ് പ്രോപ്പർട്ടികൾ എല്ലാം ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഏർബൻ കണക്ടിവിറ്റിയെയും കമേഴ്ഷ്യൽ ഡെവലപ്മെന്റിനെയും എംഫസൈസ് ചെയ്യുന്നതാണ് സിറ്റി സൈഡ്. ഇത് മാത്രമല്ല കേട്ടോ സുഹൃത്തുക്കളെ, ട്രിവാൻഡ്രം നഗരത്തിന്റെ ഭാവി ഇനി ഹോട്ടൽ ലോകത്ത് ഒരു പൊന്നോണം പോലെ തിളങ്ങാനിരിക്കുകയാണ്. മൊത്തം 12ഓളം 5 സ്റ്റാർ ഹോട്ടലുകൾ നഗരത്തിൽ എത്തുകയാണ്. ഇതിനു പുറമെ റെഹേജ, UDS, ട്രാവൻകൂർ എന്റർപ്രൈസസ് എന്നിവയും രംഗത്തെത്തുന്നു. ആകെ 12ഓളം 5 സ്റ്റാർ ഹോട്ടലുകൾ കൂടി ട്രിവാൻഡ്രത്തിന്റെ ഭംഗിയിൽ ചേരുമ്പോൾ നഗരം ഇനി ഒരിക്കലും പഴയ പോലെ ആയിരിക്കില്ല. ഓക്കെ, ഇനി നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട തിരുവനന്തപുരം എയർപോർട്ടിന്റെ എക്സ്പാൻഷൻ പ്രോജക്റ്റിനെ കുറിച്ചാണ്. എന്നാൽ ഒരു നിമിഷം, നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ മനോഹരമായ തിരുവനന്തപുരം വിമാനത്താവളം നഗര കേന്ദ്രത്തിന് ഇത്ര അടുത്തായിരിക്കുകയും ഇത്ര സ്ട്രാറ്റജിക് പ്രാധാന്യമുള്ളതായിരിക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അത് അർഹിക്കുന്ന ശ്രദ്ധ ഒരിക്കലും ലഭിക്കാതിരുന്നത് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, അതെല്ലാം ഇനി മാറാൻ പോകുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി എങ്ങനെയെന്ന് പറയാം. നമുക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം സുഹൃത്തുക്കളെ. പ്രോജക്റ്റ് അനന്ത എന്നത് വെറും ഒരു വിമാനത്താവള വിപുലീകരണം മാത്രമല്ല. ഇത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ വ്യോമയാന അടിസ്ഥാന സൗകര്യ പരിവർത്തനമാണ്. നമ്മുടെ നഗരത്തിന്റെ പുരാതന പൈതൃകത്തിന്റെ പേര് നൽകി ഈ പ്രോജക്റ്റ് അടുത്ത ദശകത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തെ പൂർണ്ണമായി പുനർനിർമ്മിക്കും. എന്നാൽ ഇതാ നിങ്ങളുടെ മനസ്സിനെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. വിമാനത്താവളം ഇപ്പോൾ വർഷം തോറും 49 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നു. പക്ഷേ ഇത് 45 ലക്ഷം യാത്രക്കാർക്കായി മാത്രമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായോ? നാം ഇതിനകം തന്നെ ശേഷിക്ക് അപ്പുറം പ്രവർത്തിക്കുന്നു. ഇത് 45 പേർക്കായി രൂപകൽപ്പന ചെയ്ത ഒരു ബസിൽ 50 പേരെ കയറ്റുന്നത് പോലെയാണ്. അത് അസൗകര്യവും അകാര്യക്ഷമവും സുസ്ഥിരമല്ലാത്തതുമാണ്. ഇനി ഒരു കിടിലൻ കാര്യം പറയാം സുഹൃത്തുക്കളെ. പ്രോജക്റ്റ് അനന്ത പൂർത്തിയാകുമ്പോൾ 2034ഓടെ തിരുവനന്തപുരം വിമാനത്താവളത്തിന് വർഷം തോറും 2,70,00,000 യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടാകും. അതായത് 6 മടങ്ങ് വർധന. ഒന്ന് ആലോചിച്ചേ. ഇത് ബാംഗ്ലൂരോ ഹൈദരാബാദോ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കൈകാര്യം ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ യാത്രക്കാരാണ്. ഇനിയും കുറച്ച് കിടുകാര്യങ്ങളുണ്ട്. ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇപ്പോഴത്തെ നിലവാരത്തിൽ നിന്ന് വർഷം തോറും 4,22,000 ടണ്ണായി വർദ്ധിക്കും. മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഗേറ്റ്വേ ആയും ശക്തമായ വ്യാപാര ബന്ധങ്ങളുള്ളതുമായ കേരളത്തിന് ഇതൊരു സൂപ്പർ ബോണസാണ്, അല്ലേ? ഇനി സംഖ്യകളെക്കുറിച്ച് സംസാരിക്കാം സുഹൃത്തുക്കളെ. ഈ സംഖ്യകൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. പ്രോജക്റ്റ് അനന്തയുടെ മൊത്തം നിക്ഷേപം 8,707 കോടി രൂപയാണ്. ഇത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവള വികസന പദ്ധതികളിൽ ഒന്നാക്കുന്നു. എന്നാൽ ഈ വൻ നിക്ഷേപം എങ്ങനെയാണ് ഘടനാപരമായി ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യഘട്ടം ഇപ്പോൾ തന്നെ തുടങ്ങുന്നത് അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡിന്റെ 1,300 കോടി രൂപയുടെ നിക്ഷേപം ഉൾപ്പെടുന്നു. ഇനി നമുക്ക് ഉടനടി തുടങ്ങുന്ന പദ്ധതികളെ കുറിച്ച് ഒന്ന് പറയാം.
ടെർമിനൽ 2വിന്റെ എപ്രോൺ പൂർണ്ണമായി പുതുക്കിപ്പണിയും. മഴക്കാലത്തിന് ചേർന്ന ഒരു അത്യാധുനിക ജലസേചന സംവിധാനം. നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ എങ്ങനെയെന്ന് നമുക്കറിയാമല്ലേ. ടെർമിനൽ 1ൽ കൂടുതൽ ചെക്ക് ഇൻ കൗണ്ടറുകൾ, പുതിയ ഒരു അറിവ് കേന്ദ്രത്തിന്റെ അതായത് നോളേജ് സെന്ററിന്റെ നിർമ്മാണം, എയർ ട്രാഫിക് കൺട്രോൾ കെട്ടിടങ്ങൾ നവീകരിക്കും, ആധുനിക വിമാന ഹാങ്കറുകൾ, മെച്ചപ്പെട്ട അഗ്നിശമന രക്ഷാപ്രവർത്തന സൗകര്യങ്ങൾ. ഇതൊക്കെ നിർമ്മിക്കുന്നത് ആരാണെന്ന് അറിയാമോ? പ്രധാന കരാർ ITD സിമെന്റേഷൻ ഇന്ത്യക്കാണ് ലഭിച്ചത്. പക്ഷെ അവർ ഈ വർക്ക് ഉപകരാർ അതായത് സബ് കോൺട്രാക്ട് നൽകിയിരിക്കുന്നത് ULCCS, അതായത് ഉരളുങ്ങൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക്. രസകരമായ കാര്യം എന്തെന്നാൽ ULCCS ഏഷ്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സഹകരണ സംഘമാണ്. അതും നമ്മുടെ കേരളത്തിൽ 1925 തുടങ്ങിയത്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. തിരുവനന്തപുരം വിമാനത്താവളം എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനം? നമ്മുടെ വിമാനത്താവളത്തിന് ഇന്ത്യയിലെ മറ്റേതൊരു പ്രധാന വിമാനത്താവളത്തിനും ഇല്ലാത്ത ഒരു കാര്യമുണ്ട്. അത് നഗരത്തിന്റെ ഹൃദയഭാഗത്തോട് ഇത്ര അടുത്താണ്. മിക്ക അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും നഗരങ്ങളിൽ നിന്ന് 30 മുതൽ 50 കിലോമീറ്റർ വരെ അകലെയാണ്. പക്ഷേ നമ്മുടേത് തിരുവനന്തപുരത്തിന്റെ നടുക്കാണ്. ഇത് ഒരേ സമയം ഒരു നേട്ടവും വെല്ലുവിളിയുമാണ്. നേട്ടം എന്താണ്? മറ്റൊരിടത്തും കിട്ടാത്ത കണക്ടിവിറ്റിയും സൗകര്യവും. വെല്ലുവിളി വിപുലീകരണത്തിന് സ്ഥലം കുറവാണ്. സുഹൃത്തുക്കളെ, ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിനായി കേരളം ഒരു 5.5 കിലോമീറ്റർ റൺവേ അറബിക്കടലിനു മുകളിൽ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. കടലിന്റെ അടുത്തല്ല, ഓരത്തല്ല, കടലിന്റെ നടുവിൽ തന്നെ. എന്തിനിത്ര വലിയ ആശയം? ഇതാ 3 കിടിലൻ കാരണങ്ങൾ. സ്ഥലം ഓപ്റ്റിമൈസ് ചെയ്യാം. ജനസാന്ദ്രതയുള്ള നഗരത്തിൽ 22 ഏക്കർ വേണം. അത് എളുപ്പമല്ല. ചെലവ് കുറയ്ക്കാം. നഗരത്തിലെ വില കൂടിയ ഭൂമി വാങ്ങുന്നതിനേക്കാൾ കടൽ റൺവേ ചെലവ് കുറഞ്ഞതാണ്. സ്ട്രാറ്റജിക് പവർ. വിഴിഞ്ഞം തുറമുഖത്തിന് വെറും 20 കിലോമീറ്റർ അകലം. ഒരു കാർഗോ ഹബിന്റെ സാധ്യതകൾ ആലോചിക്കൂ. ലോകത്തെ മാതൃകകൾ. ജപ്പാൻ 1000 മീറ്റർ ഫ്ലോട്ടിംഗ് റൺവേ നിർമ്മിച്ചു. അത് സൂപ്പർ വർക്കിംഗ് ആണ്. സിംഗപ്പൂരിലെ ചാൻഗി എയർപോർട്ട് കടൽ നികത്തിയ ഭൂമിയിൽ. ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളം 650 ഹെക്ടർ കൃത്രിമ ഭൂമിയിൽ. പക്ഷേ ഇവിടെ കഥ ഒരു സൂപ്പർ ട്വിസ്റ്റിലേക്ക് പോകുന്നു. ഇനി തന്ത്രപരമായ പ്ലാനിങ്ങിന്റെ കിടിലൻ ഭാഗം. കടലിൽ നിർമ്മിക്കാൻ അഡ്വാൻസ്ഡ് ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം സാങ്കേതിക വിദ്യ വേണം. 70 മീറ്റർ ആഴമുള്ള സ്റ്റീൽ പൈലുകൾ ആവശ്യമാണ്. ഓഫ്ഷോർ ഘടനകൾക്ക് സങ്കീർണമായ പരിപാലന സംവിധാനങ്ങൾ വേണം. രണ്ടാമത്തെ ചാലഞ്ച് സമുദ്ര പരിസ്ഥിതി. കേരളത്തിന്റെ ചലനാത്മക തീരം സൂക്ഷ്മമായ പരിസ്ഥിതി പ്ലാനിംഗ് ആവശ്യപ്പെടുന്നു. പരിസ്ഥിതി ആഘാത പഠനങ്ങൾ വിശദമായി നടത്തണം. നിലവിലുള്ള തീരദേശ അടിസ്ഥാന സൗകര്യങ്ങളുമായി സമന്വയിപ്പിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ചാലഞ്ച് നിക്ഷേപത്തിന്റെ വലിപ്പം, നിർമ്മാണ ചെലവ്. ലോക മാതൃകകളെ അടിസ്ഥാനമാക്കി 4000 മുതൽ 11,000 കോടി രൂപ. ആന്റി കൊറോഷൻ സമുദ്ര സാങ്കേതിക വിദ്യ വേണം. ദീർഘകാല പരിപാലന ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. സങ്കീർണമായ കടൽ റൺവേ ഉപേക്ഷിച്ച് കേരളം കൂടുതൽ മികച്ച പരിഹാരങ്ങളിലേക്ക് മാറി. ഭാവി പദ്ധതി 2040 മാസ്റ്റർ പ്ലാനിൽ ഔട്ടർ റിംഗ് റോഡിനടുത്ത് ലോകോത്തര വിമാനത്താവളം. നിലവിലെ മികവ്. നിലവിലെ വിമാനത്താവളത്തിൽ 1300 കോടി രൂപയുടെ ടെർമിനൽ വിപുലീകരണം തിരുവനന്തപുരത്തെ ഒരു പ്രീമിയം ഡെസ്റ്റിനേഷൻ ആക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ സിനർജി. വിഴിഞ്ഞം തുറമുഖവുമായി പെർഫെക്റ്റ് കോഓർഡിനേഷൻ. ബിസിനസ് മന്ത്രം. തന്ത്രപരമായ വഴക്കം മികച്ച ഫലങ്ങളിലേക്ക് നയിക്കും. പരിണാമം ചിലപ്പോൾ വിപ്ലവത്തെ മറികടക്കും. പ്രാദേശിക സഹകരണം മൾട്ടിപ്ലയർ ഇഫക്റ്റുകൾ സൃഷ്ടിക്കും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കൂ. നിങ്ങളുടെ ചിന്തകൾ ഈ ചർച്ചയെ കൂടുതൽ രസകരമാക്കും. തിരുവനന്തപുരം എയർപോർട്ടിനെ കുറിച്ച് ഒരു പക്ഷേ അധികമാർക്കും അറിയാത്ത ഒരു കാര്യം പറയട്ടെ. തിരുവനന്തപുരം വിമാനത്താവളം തിരുവിതാംകൂർ രാജകുടുംബം വെറും 1 രൂപയ്ക്കാണ് രാജ്യത്തിന് സമർപ്പിച്ചത്. ഇനി അദാനി ഗ്രൂപ്പിന്റെ പങ്കാളിത്തത്തിനെ കുറിച്ച് 2 വാക്കുകൾ. 2021 ജനുവരിയിൽ അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി 50 വർഷത്തെ കരാർ ഒപ്പിട്ടു. ഇതിന്റെ അർത്ഥം വെറുതെ പണം ഒഴുക്കുക മാത്രമല്ല, അടുത്ത 5 പതിറ്റാണ്ടുകളോളം ഈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനവും വികസനവും ഉറപ്പാക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയാണ്. ഇവിടെയാണ് കഥ സൂപ്പറാകുന്നത്. അവർ തങ്ങളുടെ വിമാനത്താവള പോർട്ട്ഫോളിയോയിൽ അടുത്ത 5 വർഷത്തേക്ക് 96,000 കോടി രൂപ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തിരുവനന്തപുരം ഈ വൻ നിക്ഷേപത്തിന്റെ നല്ലൊരു പങ്ക് സ്വന്തമാക്കുന്നു.
എന്തുകൊണ്ടാണ് ഇത്ര വലിയ നിക്ഷേപം? കാര്യം ലളിതം. ഇന്ത്യയുടെ വ്യോമയാന മേഖല 2047 4 വളരുമെന്നാണ് പ്രതീക്ഷ. നമ്മുടെ വളർന്നുവരുന്ന മധ്യവർഗം, മിഡിൽ ഈസ്റ്റുമായുള്ള മികച്ച കണക്ടിവിറ്റി, കേരളത്തിന്റെ വളർച്ചയുള്ള IT മേഖല, ഇതെല്ലാം വമ്പൻ സാധ്യതകൾ തുറക്കുന്നു. ആൻഡ് ദാറ്റ്സ് വൈ അദാനി ഈസ് സോ ബുള്ളിഷ് അബൌട്ട് എയർപോർട്ട് സെക്ടർ. എന്താണ് വമ്പൻ സാധ്യതകൾ? നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഒരു വലിയ പദ്ധതിയും വെല്ലുവിളികളില്ലാതെ പൂർത്തിയാകുന്നില്ല. ഞാൻ തുറന്നു പറയാം എന്തൊക്കെയാണ് തടസ്സങ്ങൾ, എങ്ങനെയാണ് അവ മറികടക്കുന്നത് എന്ന്. ഒരു ഗ്രീൻഫീൽഡ് വിമാനത്താവളം പോലെ ശൂന്യമായ ഒരു ക്യാൻവാസിൽ നിന്ന് തുടങ്ങുന്നതിനു പകരം ഇവിടെ നാം നിർമ്മിക്കുന്നത് പൂർണ്ണ പ്രവർത്തനക്ഷമവും തിരക്കേറിയതുമായ ഒരു വിമാനത്താവളത്തിനുള്ളിലാണ്. അതായത് ഓരോ നിർമ്മാണ പ്രവർത്തനവും യാത്രക്കാരുടെ താളവും വിമാനങ്ങളുടെ ഷെഡ്യൂളും സുരക്ഷാ ചട്ടങ്ങളുടെ ലയവും മാനിക്കണം. വെല്ലുവിളി വെറുതെ നിർമ്മിക്കുക എന്നതല്ല, പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താതെ നിർമ്മിക്കുക എന്നതാണ്. ഇവിടെ സമയം, സുരക്ഷ, സമന്വയം എന്നിവയാണ് ഏറ്റവും വലിയ തടസ്സങ്ങൾ. ഭൂമി ഏറ്റെടുക്കൽ വെല്ലുവിളി, പരിസ്ഥിതി അനുമതി വൈകൽ, ഒന്നിലധികം ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ പോലുള്ള മറ്റു വെല്ലുവിളികളുമുണ്ട്. നമുക്ക് വേഗത്തിൽ ഈ വെല്ലുവിളികളിലൂടെ ഒന്ന് കടന്നു പോകാം. അതോടൊപ്പം എങ്ങനെയാണ് അവയ്ക്ക് കിടിലൻ പരിഹാരങ്ങൾ കണ്ടെത്തിയതെന്നും നോക്കാം. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ വികസനമാണ് ലക്ഷ്യമെങ്കിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ നോക്കേണ്ട സുഹൃത്തുക്കളെ. നമ്മുടെ ശ്രദ്ധ വികസനം എന്ന ഒറ്റ കാര്യത്തിൽ മാത്രമായിരിക്കണം. ആരത് നടപ്പാക്കിയാലും ലക്ഷ്യം വിജയിക്കുകയാണ് വേണ്ടത്, അല്ലേ? ഇവിടെ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തതായി പുതിയൊരു രസകരവും വിജ്ഞാനപ്രദവുമായ വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും. ഈ വിഷയത്തിന്റെ വിശദമായ റിസർച്ച് റിപ്പോർട്ട് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. നന്ദി, നമസ്കാരം.